ഹായ്, ഞാൻ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് വലിയ വളർച്ചാ സാധ്യതയുള്ളൊരു കമ്പനീനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയോ സെല്ല റെക്കമെൻഡേഷൻ എന്നല്ല, കാര്യങ്ങൾ പറഞ്ഞു കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. കമ്പനി എന്ന് പറഞ്ഞാൽ ഏതാ? LIC ഹൗസിംഗ് ഫിനാൻസ് എന്നുള്ളതാണ്. ഈ ഒരു കമ്പനിയുടെ വളർച്ചാ സാധ്യത ഞാൻ കാണുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഒരു നെക്സ്റ്റ് ലെവൽ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലക്ഷണം എന്നാ? റോഡ് റെയിലൊക്കെ വികസിക്കുന്നു. ആ റോഡ് റെയിൽ വികസിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? കൂടുതൽ ചരക്ക് ഗതാഗതങ്ങൾ പെട്ടെന്ന് എത്തിക്കാനും ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്തു നിന്ന് ഒരു സാധനം എത്രയും വേഗം ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനൊക്കെ ഉള്ളത് സ്പീഡ് കൂടും. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള കമ്പനികളുടെയൊക്കെ പ്രവർത്തനക്ഷമത, അത് ഒരു കസ്റ്റമർ ഒരു സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈമിങ്ങിനുള്ളിൽ തന്നെ അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വേഗത കൂടും. അങ്ങനെ വേഗത കൂടുമ്പോഴത്തേന് എന്ത് പറ്റും? പുറത്തുനിന്നുള്ള വിവിധ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും. ആ ഒരു കമ്പനികളും അവരുടെ ആ ചിലവൊക്കെ അപ്പോൾ അതിനനുസരിച്ച് കുറയും. ആ കുറയുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഇന്ത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് വളർച്ച വരും. ഈ വളർച്ച നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വളർച്ചയൊക്കെ വരുമ്പോൾ എന്താ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത്? അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ വരുമാനം കൂടും. പുതിയ ചെറിയ ചെറിയ ബിസിനസ്സുകളും ചെറിയ ഇതൊക്കെ സ്ഥാപനങ്ങളും ഓരോരുത്തരുടെ വരുമാനങ്ങൾ പ്രത്യേകിച്ച് കൂടും. അങ്ങനെ കൂടുമ്പോൾ അവരുടെയൊക്കെ ഒരു ആഗ്രഹം എന്താ? ഇതുപോലെയുള്ള ഒരു വീട് പണിയണം എന്നുള്ളതാണ്. വീട് പണിയുമ്പോൾ അവർക്ക് തന്നെ ഒറ്റയടിക്ക് ഇത്ര വലിയ കാശുകളൊന്നും നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. നേരെ അവർ ഇതുപോലെയുള്ള ഹൗസിംഗ് ലോണൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളെയൊക്കെ സമീപിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സമീപിച്ച് എന്ത് പറ്റും? അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഇത് അവർ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിക്കൊക്കെ വലിയ വളർച്ച സാധ്യത ഞാൻ കാണുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലുള്ള വളർച്ച സാധ്യത. പിന്നെ ഇതിൻ്റെ അകത്ത് സൈറ്റിലൊക്കെ വലിയ അതൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കോട്ടെ. ഇതിൻ്റെ അകത്ത് താഴെ ഒരു EMI കാൽക്കുലേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത്, അവരുടെ ഏതൊക്കെ ടൈപ്പ് ലോണുകളുണ്ട്, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വളർച്ചാ സാധ്യത നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്താട്ടെ, ഈ ഒരു മേഖലയിലൊരു ഒരുപാട് പേരുടെ ഒന്നും വികസിക്കാനുണ്ട്. നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മേഖലകൾ ഒരുപാട് വികസിക്കാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ വികസനം അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേനും ഈ ഒരു കമ്പനി നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താ, ഈ വളർച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ കമ്പനീനെ കുറിച്ചൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു വളർച്ചയ്ക്കൊപ്പം തന്നെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. നമുക്കിതിൻ്റെ അകത്തെ ആദ്യം തന്നെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ നോക്കാം. ഇത് കമ്പനീനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, അത് നിങ്ങളെടുത്ത് വായിച്ച് വയ്ക്കുക. ഞാൻ ഒരുപാട് അതിൻ്റെ അകത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേനും എന്നാ വെച്ചാൽ ഈ ഫണ്ടമെൻ്റലിലൊക്കെ സമയം കൂടി പോകും. അപ്പോൾ ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 37,360. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 679. 52 വീക്ക് ആയി എന്ന് പറഞ്ഞാൽ 527. 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 423. സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 7.86. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 572. ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC 8.79. ROE എന്ന് പറഞ്ഞാൽ 16.2. ഫേസ് വാല്യൂ 2 മാക്സിമം ചാർട്ട് പാറ്റേൺ എന്ന് പറയുമ്പോൾ വലിയൊരു കയറ്റം വന്ന് അവിടെ നിന്ന് വലിയൊരു കർഷം വന്ന് അവിടെ നിന്ന് പതുക്കെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേന് ഇതാട്ടോ അതിൻ്റെ അകത്തെ പിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവിടെയൊക്കെ സ്റ്റോക്കിൻ്റെ പി റേഷ്യോകളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് നോക്കിക്കോട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് നോക്കാനുള്ള ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത്, റവന്യൂ ഗ്രോത്ത്. അപ്പോൾ ഇയർ ഓൺ ഇയർ റവന്യൂ ഗ്രോത്ത് 2013 മാർച്ചിൽ എന്തായി? 7,735 കോടിയായിരുന്നു. അത് എത്രയിലേക്ക് കൂടി? 27,277 കോടിയിലേക്ക് എങ്ങനെ റവന്യൂ കൂടി. അത് ട്രെയിനിങ് 12 മന്ത് എത്തിയപ്പോഴോ 27,315 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ള തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നോക്കി
1414 കോടിയിൽ നിന്ന് 6133 കോടിയിലേക്കും ട്രേഡ് ഇൻ ടിൽമെൻ്റ് 6124 കോടിയിലേക്കും കൂടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാർജിൻ ആണെങ്കിലോ ഒരു 18%-നും 22%-നും ഇടയിൽ നിൽക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 1048 നിന്ന് 4760 കോടിയിലേക്കും ട്രേഡ് ഇൻ ടിൽമെൻ്റ് 4749 കോടിയിലേക്കാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോഴോ 2013 മാർച്ചിൽ അതിൻ്റെ അകത്ത് റിസർവ് 6432 കോടിയായിരുന്നു. അതിപ്പോൾ എത്രയും 31367 കോടിയിലേക്കും കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പം അതിൻ്റെ പ്രൊമോട്ടറിൻ്റെ ഷെയർ ഹോൾഡിങ് 2021 സെപ്റ്റംബറിൽ 45.24 അതിപ്പോൾ എത്രയായി 45.24 തന്നെയായിട്ട് കണ്ടിന്യൂസ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. FIS ആണെങ്കിലോ 24.07 കുറച്ച് എവിടം വരെ കുറച്ച് 17.15 വരെ കുറച്ചിട്ട് വീണ്ടും വരെ എത്രയായി കൂട്ടി ഇപ്പോൾ 23.19 കൂട്ടിയേക്കണം. അപ്പോൾ അതൊരു എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൽ 20% മുകളിൽ ഇപ്പോഴും നിൽപ്പുണ്ടെന്നുള്ളതാണ്. DAS ആണെങ്കിലോ 14.96 കൂട്ടി 21.22 കൂട്ടിയേക്കണം. അപ്പോൾ FISനും DASനും നല്ല വിശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ പബ്ലിക് നോക്കിയാൽ 15.73 വിറ്റ് ഇപ്പോൾ എത്രയായി 10% കുറഞ്ഞേക്കണം. അപ്പോൾ പബ്ലിക്കിന് എങ്ങനെയാണ് പതുക്കെ ലാഭം കിട്ടിക്കഴിയുമ്പോഴത്തേനും പതുക്കെ മാറി വിറ്റ് പോകുന്ന ഇതാണ്. പക്ഷേ FISും DASും നോക്കി ആ കമ്പനിയുടെ ആ വളർച്ച സാധ്യത കണ്ടിട്ടാവണം അവരെന്നാ വീണ്ടും അതിലത്തെ സ്ട്രൈക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ഫണ്ടമെൻ്റലൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ ഇതിൻ്റെ അകത്ത് ചാർട്ട് നോക്കണം. ചാർട്ട് നോക്കിയാൽ ലെഫ്റ്റ് ടു റൈറ്റ് നല്ല കയറ്റമുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു 800 ലെവലിലേക്ക് വന്നപ്പോഴത്തേനും വലിയൊരു കറക്ഷൻ. അത് കഴിഞ്ഞിട്ട് എവിടം വരെ വന്ന് 180 ഏരിയയിൽ വന്ന് 200 താഴത്തേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയി. അത് വീണ്ടും വന്നേക്കണ ആ ഒരു ലെവലിൽ തന്നെ 800 അടുത്ത് വന്നിട്ട് റെസിസ്റ്റൻസ് അനുഭവിച്ച് താഴത്തേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഫോർമേഷൻ ഇതിങ്ങനെ മുകളിലേക്ക് പോയി ഒരു കപ്പ് വന്നു അല്ലേ. ഈ കപ്പ് വന്നിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കണം. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ എന്തായിരിക്കും മിക്കവാറും സംഭവിക്കുന്നത്? ഈ ഏരിയയിൽ ഇവിടെ കുറേ റെസിസ്റ്റൻസ് അനുഭവിച്ച മേഖലയുണ്ടല്ലേ, അത് തന്നെയായിരിക്കും ഇന്നത്തെ ഒരു സപ്പോർട്ട്. അതേതാണ് 547 589 അതിൻ്റെ അകത്തൊരു നിർണായക സപ്പോർട്ടായിട്ട് വരാൻ പോണത്. ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അത് കിട്ടിയില്ലെങ്കിൽ ഇതാണൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മേഖലയിലേക്ക് ഇവിടെ വന്ന് സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ, ഈ മേഖലയിൽ വന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ, ഇത് മന്ത്ലി ചാർട്ടാട്ടോ, ഇത് വന്ന് എടുക്കുവാണെങ്കിൽ പിന്നെ വന്നിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞ് പുതിയ റെസിസ്റ്റൻസ് ഈ മുകളിലുള്ള റെസിസ്റ്റൻസ് മറികടന്ന് മുകളിലേക്ക് പോകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു സപ്പോർട്ടൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ നേരെ മുകളിൽ പോയി ഇങ്ങനെ അങ്ങ് പോകാനാണ് ചാൻസ്. അതെങ്ങനെ വരുന്നതെന്നൊക്കെയുള്ളത് നമുക്ക് ഭാവിയിലേക്ക് കണ്ടറിയാം. ഇങ്ങനെയായിരിക്കും മിക്കവാറും നടക്കാൻ പോണ ഒരു ചാൻസ്. എൻ്റെ ഒരു കണക്കുകൂട്ടലാട്ടോ അത്. കാരണം ഒരു കപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ ഒരു ഹാൻഡിലാണ് സാധാരണഗതിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കില്ല. ആ സപ്പോർട്ട് എടുത്ത് പിന്നെ മുകളിലേക്ക് പോകുകയെന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരുപാട് മേഖലകൾ വികസിക്കാനുണ്ട്. ഒരുപാട് പേർക്ക് വീടുകൾ പുതിയതായിട്ട് പണിയാനായിട്ടും നിർമ്മിക്കാനായിട്ടും ഒക്കെ സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം അത് അത്രയേറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വീടുകളുടെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഈ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഇവരൊക്കെ ഇതുപോലുള്ള ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെയൊക്കെ സമീപിക്കാനുള്ള ചാൻസ് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ഇവരുടെയൊക്കെ വലിയൊരു വളർച്ച സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ കപ്പിന് സാധാരണ ഈ ഒരു കപ്പ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട്? ഇവിടുന്ന് ഇപ്പോൾ നോക്കിക്കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു 400-450 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും പോയിൻ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ എത്രയിലേക്ക് വരും? ഏകദേശം ഒരു 1200 മുകളിലേക്ക് ആണ് ഞാൻ വെക്കുന്ന ഒരു ടാർഗറ്റ്. എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അതൊരു പതുക്കെ ആയാലും 1200 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ നേട്ടം കിട്ടണമെങ്കിൽ എങ്ങനെ ലഭിക്കുന്നതെന്നറിയാം. ഇതൊക്കെ നമ്മളെപ്പോഴും അതിൻ്റെ റിസൾട്ടുകളും അതിൻ്റെ കാര്യങ്ങളും ഈ ചാർട്ടൊക്കെ നമ്മളെപ്പോഴും നോക്കി പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്നാ വെച്ചാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള സെയിൽസൊക്കെ കണ്ടിന്യൂസ് വരുന്നുണ്ടോ, അതിൻ്റെ അകത്തെ റവന്യൂ ഒക്കെ കൂടി വരുന്നുണ്ടോ, അതിൻ്റെ ഫിനാൻഷ്യൽ ഫണ്ടമെൻ്റൽ എങ്ങനെ പോണത്, കമ്പനിയുടെ അവരുടെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണം പുറകെ പഠിച്ചു പോകണം. പിന്നെ ഈ സെക്ടറിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുന്നുണ്ടോ, അതിൻ്റെ വളർച്ചാ സാധ്യത എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പുറകെ നിന്ന് പഠിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ അകത്തുനിന്നൊരു റിട്ടേൺ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പരമാവധി പേടിപ്പിച്ചിട്ടായിരിക്കും ഒരു പുതിയ വലിയ ഹൈയിലേക്കൊക്കെ പോവുകയുള്ളൂ. അതും ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഈ മാർക്കറ്റിൻ്റെ വലിയൊരു തത്വമാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങി നിന്ന് പഠിച്ചാൽ മാത്രമേ അതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഈ കമ്പനി അധികം താമസിക്കാതെ അധികം താമസിക്കാതെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പതുക്കെ ആയാലും 1200 ലെവലിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വലിയ വളർച്ചാ സാധ്യത ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു YSL റെക്കമെൻഡേഷൻ, നല്ല കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു.